ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്നാൽ ഒരുവിധം എല്ലാ ആൾക്കാരും വരുന്നൊരു സ്ഥലമാണിത്, ആനപ്പന്തി. ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത് എൻ്റെ മോനായിരുന്നു. കാരണം അവന് വിവരം വെച്ചതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ആനപ്പന്തിയിൽ വരുന്നത്. അവന് ചോറ് കൊടുക്കാൻ ഗുരുവായൂർ വന്നപ്പോഴാണ് ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളത്. ഞാനൊരു കുട്ടിയായിരുന്ന കാലം തൊട്ടേ നമ്മൾ ചെറുപ്പത്തിൽ വരാൻ തുടങ്ങിയിരുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ആനപ്പന്തി. ഒക്കെ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഇത്രയും അധികം ആനകളെയൊക്കെ ആദ്യക്കൂട്ടൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത്. നമ്മുടെ ഇവിടെ മുള്ളാശ്ശേരിക്കാവിൽ ഉത്സവം നടക്കുമ്പം അവിടെ എപ്പോഴും ആന വരും. അപ്പോൾ അവന് അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഇങ്ങനെ ഒരുപാട് ആനകളെയൊക്കെ ആദ്യമായിട്ടാണ് ആദ്യക്കൂട്ടം കാണുന്നത്. ആന ഇങ്ങനെ ഈ തുമ്പിക്കൈ ആട്ടണതും ഈ പന എടുത്ത് കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ഈ ആനേൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് സത്യം പറഞ്ഞാൽ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നമ്മളിങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ആന പിറകിൽ നിന്ന് ഇങ്ങനെ തല വീശുന്നതും ചെവി ആട്ടുന്നതും തുമ്പിക്കൈ അനക്കുന്നതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. മതപ്പാടുള്ള ചില ആനകളെ ഇവിടുന്ന് മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ചില ആനകളെയൊക്കെ കുളിപ്പിക്കുകയായിരുന്നു. എല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റി. നല്ല രീതിയിലുള്ള തിരക്കൊന്നും ഇല്ലെങ്കിലും ആവശ്യത്തിന് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആനപ്പാപ്പന്മാരിതാ ഇവിടെ ഒരു ആനേനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പുറത്തിതാ വേറൊരു ആന ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടേക്ക് ഒരുപാട് ആൾക്കാർ ഈ ആനനെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ടോ, പനയാന്ന് തോന്നുന്നു കഴിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങളിവിടെ വരുമ്പം ഇഷ്ടം പോലെ ആനകളുണ്ടായിരുന്നു. ഇപ്പം ആനകളൊക്കെ കുറവാ തോന്നുന്നു. ആദ്യമോ ഫുൾ കോമഡി ആയിരുന്നു. ആനയ്ക്ക് പോയി സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആനനോട് പോയി നാട്ടിലുള്ള എല്ലാ കഥയും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ആനയ്ക്ക് കൊടുക്കാനുള്ള ഫുഡാണ് തോന്നുന്നു ലോറിയിലായിട്ട് കൊണ്ടുപോകുന്നത്. അവിടുന്ന് പുറത്തിറങ്ങിയപ്പം അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ഐസ്ക്രീമും സർബത്തും കുറച്ച് ചായയും കടിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അതിൻ്റെ ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ചാനലിലിട്ട വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.